ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേഷനറി ഷോപ്പിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. എനിക്കൊരു അക്രിലിക് പെയിൻ്റ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സൊക്കെ കണ്ടു. ഞാനൊരു നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ട്. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് മേടിക്കാൻ പോയ ഞാൻ അത് മാത്രമല്ല വേറെ കുറച്ച് സാധനം കൂടെ മേടിച്ചിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അതല്ലേലും ഞാൻ അങ്ങനെയാണ്, സ്റ്റേഷനറി ഷോപ്പിൽ പോയാൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേസ്ട്രി കഴിച്ചു, പിന്നെ ഒരു ഷേക്കും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഈ ഒരു സമ്മർ സീസൺ അത്ര സുഖമില്ലെങ്കിലും സൺസെറ്റിൻ്റെ സമയമാകുമ്പോഴേക്കും ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓയിൽ മസാജൊക്കെ ചെയ്തു. ഇനി ഒരു DIY ഫേസ് വാഷ് പൗഡറും അതുപോലെ തന്നെ ഫേസ് ടോണറും റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് വാഷ് പൗഡറിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മുൾട്ടാണി മിട്ടി, പിന്നെ ഞവരേരി നല്ല രീതിക്ക് പൊടിച്ചെടുത്തതും, പിന്നെ ടർമറിക്, സാൻഡൽവുഡ് പൗഡർ, ഇതെല്ലാം കൂടെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ ഒരു 2-3 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ കറക്റ്റൊന്നും നോക്കിയില്ല, ഏകദേശം ഒരു ഊഹത്തിൽ എല്ലാം ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൗഡർ ആവശ്യത്തിനെടുത്തിട്ട് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാ ഫേസ് വാഷ് പോലെ തന്നെ യൂസ് ചെയ്യാം. അടുത്തത് ഒരു ഫേസ് ടോണറാണ്. അതിന് വേണ്ടിയിട്ട് കുക്കുംബർ വാട്ടറും അതുപോലെ തന്നെ ഞവരേരിയുടെ റൈസ് വാട്ടറും കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്താൽ മതി. നെക്സ്റ്റ് റോസ്മേരി വാട്ടറാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് അലോവേര ജെല്ലും റോസ്മേരി ലീവ്സ്, അത് കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും, പിന്നെ കുറച്ച് ഉലുവ, ഇത് മൂന്നും കൂടെ നമ്മൾ വെള്ളത്തിലൊരു 20 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുത്താൽ മതി. അങ്ങനെ DIY ഫേസ് വാഷ് പൗഡറും ഫേസ് ടോണറും റോസ്മേരി വാട്ടറും റെഡി. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത സ്റ്റേഷനറി ഐറ്റംസ് കാണാം. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഡ്രോയർ ബോക്സ് മേടിക്കണമെന്ന്. ഇതിന് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. നെക്സ്റ്റ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പേജ് മാർക്കേഴ്സാണ്. ഇതും നമുക്ക് പേജ് മാർക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള 3 ബുക്ക് മാർക്സാണ്. എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പം എപ്പോഴും ആവശ്യമുള്ള വൈറ്റ് അക്രിലിക് പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ റൂൾഡ് ആയിട്ടുള്ള നോട്ട്ബുക്ക്, അതിൻ്റെ കവർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എസ്തെറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചു. ഇനി ഡ്രോയർ ബോക്സിലേക്ക് ഞാൻ സ്റ്റേഷനറീസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഏറ്റവും താഴത്തെ കമ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ആവശ്യം വരുന്ന സ്റ്റിക്കി നോട്ട്സാണ് ഞാൻ വെക്കുന്നത്. സ്റ്റിക്കി നോട്ട്സ് നമുക്ക് മിക്കപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഡ്രോയർ ബോക്സിൽ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ പേപ്പർ ടേപ്സും അതുപോലെ തന്നെ വാഷി ടേപ്സുമാണ് വെക്കുന്നത്. ഈ ഒരു ഡ്രോയർ ബോക്സിൽ ആ പേപ്പർ ടേപ്സും വാഷി ടേപ്സും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ഏറ്റവും ടോപ്പിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫ്രീ ഉണ്ട്. അപ്പം അതിൽ നമ്മളിന്ന് മേടിച്ച ബുക്ക് മാർക്ക്, അതുപോലെ തന്നെ കറക്ഷൻ ടേപ്പ്, പേജ് മാർക്കേഴ്സ്, ക്യാൻഡിൽ, ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കുന്നത്. ഈ ഒരു ഡ്രോയർ ബോക്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം നമുക്ക് അതിൽ ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും, നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാനും പറ്റും, ഒരുപാട് സ്പേസും അത് യൂസ് ചെയ്യില്ല. അതിനുശേഷം ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഡെസ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വൈബുള്ളൊരു സമയമായിരുന്നു, സൺസെറ്റും ഒക്കെ ആയിട്ട്. ഞാൻ കുറച്ച് നേരം ജേർണലിങ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് ടു ഡു ലിസ്റ്റും പ്രിപ്പയർ ചെയ്യേണ്ടായിരുന്നു, അതും ചെയ്തു. അങ്ങനെ സൺസെറ്റിൻ്റെ സമയമായി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു, പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.